കർഷക സമരം പിൻവലിക്കുന്നതിൽ അന്തിമ തീരുമാനം നാളെ ഉണ്ടാകും. കർഷകർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ അംഗീകരിക്കാൻ കഴിയുന്നവ കേന്ദ്ര സർക്കാർ സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചു. വിഷയങ്ങൾ 5 അംഗ കമ്മിറ്റി വീണ്ടും പരിശോധിച്ച് നാളെ 2 മണിക്ക് വീണ്ടും യോഗം ചേരും. കർഷക സമര നേതാവ് പി കൃഷ്ണപ്രസാദ് സംസാരിക്കുന്നു. ഇപ്പോൾ സംബന്ധിച്ച് വ്യക്തത വരുത്താൻ നേതൃത്വത്തെ ചുമതലപ്പെടുത്തുക. ഇതേ വിഷയത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ നിലപാട് മാറ്റം ഉണ്ടാവും. അങ്ങനെയാണോ? ഇല്ല, എന്താ നിലപാടിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. അതായത് കേസ് പിൻവലിക്കാമെന്ന് അവർ പറഞ്ഞത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അവർ കോമ്പൻസേഷൻ കൊടുക്കാമെന്ന് പറയുന്നത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇതെല്ലാം സർക്കാർ ഞങ്ങളുടെ ആവശ്യത്തെ അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് സർക്കാർ ഈ കത്ത് എഴുതി എന്നുള്ളത് തന്നെ വലിയൊരു നേട്ടമാണ്. കാരണം ഈ കഴിഞ്ഞ 1 വർഷത്തിനകത്ത് ഇതുവരെ സർക്കാർ രേഖാമൂലം ഞങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകിയിട്ടില്ല. ഇപ്പൊ ഞങ്ങൾക്ക് രേഖാമൂലം ഉറപ്പ് നൽകിയെന്നുള്ളത് തന്നെ വലിയൊരു നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതായത് ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയത്തിൽ നേതൃത്വവുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ അതിൽ ഉചിതമായ തീരുമാനമെടുക്കും. അതായത് ഏതൊക്കെ വിഷയത്തിൽ നമുക്ക് ഈ നിശ്ചയിക്കപ്പെട്ട ഉറപ്പുകൾ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇതിൽ ഏറ്റവും പ്രധാനമായി വന്ന വിഷയം ഇതിൽ കർഷകരുടെ ഐക്യമാണ്. ആ ഐക്യം തകർക്കാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. ഇവിടെ എല്ലാ കർഷകരും ഒരുമിച്ചാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ രേഖാമൂലം അവർ നമുക്ക് കത്ത് നൽകേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ആ കത്ത് നൽകിയത് തന്നെ നമ്മുടെ വലിയൊരു വിജയമാണ്. അപ്പോൾ ഈ ഐക്യം നിലനിൽക്കണം എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ചർച്ച. ആ ഐക്യമുണ്ടെങ്കിൽ ഇനി അഥവാ ഈ പറഞ്ഞിരിക്കുന്ന കേസിലോ അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ശക്തമായ ഒരു സമരം എന്ന രൂപത്തിലേക്ക് ഈ സമരം നിലനിൽക്കുന്നു. അതിന്റെ ഐക്യം നിലനിൽക്കുന്നു. അതിനെ തകർക്കാൻ ശ്രമിച്ചിട്ട് തകർക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കത്ത് വന്നിട്ടുള്ളത്. ആ കത്ത് രേഖാമൂലം വന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിൽ കേസിന്റെ കാര്യത്തിലും കോമ്പൻസേഷന്റെ കാര്യത്തിലും അവർ പറഞ്ഞിരിക്കുന്നത് സ്വാഗതാർഹമാണ്. അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അത് ഗവൺമെന്റ് അംഗീകരിച്ചു. അതും ഞങ്ങളുടെ വിജയമാണ്. അപ്പൊ 3 കാര്യത്തെ വിജയം എന്ന് പറയാം. 1, 3 നിയമങ്ങൾ പിൻവലിച്ചു. 2 കേസുകൾ പിൻവലിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കോമ്പൻസേഷൻ നൽകാമെന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ വിജയമാണ്. എന്നാൽ അവശേഷിക്കുന്ന വിഷയത്തിൽ എന്തു ചെയ്യണം അത് സംബന്ധിച്ച് തീരുമാനിക്കണം. ഈ സമരം അവസാനിപ്പിക്കണമോ അത് അവസാനിപ്പിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് വീണ്ടും പോകണമോ മറ്റുള്ള വിഷയങ്ങളിൽ ഇതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അത് നമുക്ക് നാളെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. കിസാൻ സഭയുടെ പി കൃഷ്ണപ്രസാദ് സംസാരിക്കുന്നതിന്റെ ശബ്ദം സംപ്രേഷണമാണ് കേട്ടത്. KP അഭിലാഷിലേക്ക് വീണ്ടും. അഭിലാഷ്, ഈ സമരം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം നാളേക്ക് ഉണ്ടാകുമെന്നുള്ളത് ഏതെല്ലാം രീതിയിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്ന ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സൂചനകളാണ് സമര സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്? അപർണ, നിലവിൽ സമരം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം നാളെ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്ന് വളരെ മണിക്കൂറുകൾ നീണ്ടുനിന്ന യോഗത്തിലാണ് വിവിധ വിഷയങ്ങളടക്കം കർഷക സംഘടനകൾ ചർച്ച ചെയ്തത്. ഈ ആവശ്യങ്ങളോട് അനുഭാവപൂർണമായ ഒരു നിലപാട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് കർഷക സംഘടനകൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താങ്ങുവില ഉറപ്പാക്കുന്ന നിയമനിർമ്മാണമാണ്. കർഷകർക്കുള്ള സൗജന്യങ്ങൾ എടുത്തു കളയുന്ന കേന്ദ്ര ഇലക്ട്രിസിറ്റി കരടിന്റെ 2020 പിൻവലിക്കണം എന്ന ആവശ്യമുണ്ട്. സമരവുമായി ബന്ധപ്പെട്ട കർഷകർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണം. വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട നിയമത്തിലെ കർഷക വ്യവസ്ഥകൾ ഒഴിവാക്കണം. കേന്ദ്രമന്ത്രി അജയ് മിശ്രയ്ക്കെതിരെ നടപടിയെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഒരു ഉറപ്പ് ഇപ്പോഴും നൽകിയിട്ടില്ല. അങ്ങനെ ഒരു ഉറപ്പ് വേണം എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴും കർഷക സംഘടനകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പക്ഷേ സംഘടനകൾ അവകാശപ്പെടുന്നത് ഇത് പൂർണ്ണമായും അവരുടെ വിജയം എന്ന നിലയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് കർഷക നിയമം പിൻവലിക്കാൻ സാധിച്ചു എന്നത് തന്നെ കർഷകർ വലിയ ആവേശത്തോടു കൂടിയുള്ള വിജയകരമായ ഒരു നേട്ടം എന്ന് അവകാശപ്പെടുന്നുണ്ട്. ഇനി സമരവുമായി മുന്നോട്ട് പോകുക അല്ലെങ്കിൽ സമര മാർഗത്തിൽ മാറ്റം വരുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഒപ്പം 5 അംഗ പാനലിനെ കൃത്യമായി കർഷക സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരുമായി കൂടുതൽ ആശയവിനിമയങ്ങൾ നടത്തുന്നത് ഈ പാനൽ മാത്രമായിരിക്കണം എന്നുള്ളതും തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട തീരുമാനം നാളെ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. KP അഭിലാഷ് വിവരങ്ങൾ നൽകിയത്. അന്തിമ തീരുമാനം കർഷക സമരം അവസാനിപ്പിക്കുകയാണ്. എന്നാൽ അന്തിമ തീരുമാനം നാളെ ഉണ്ടാകുമെന്നുള്ള സൂചന. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് കാണുക മലയാളം.news18.com.